നോക്കൂ, അൻവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ കിടമത്സരത്തിലുള്ള ഒരു ഉൽപ്പന്നം മാത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊക്കെ ചില ചാനലുകൾ വെച്ച് പുലർത്തി. അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു, ഞാൻ ഭരണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഏതാണ്ട് 25ഓളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയോ അവിടെ ഭരണമാറ്റം ഉണ്ടാവുകയോ ചെയ്യും. അദ്ദേഹം എന്തോ വലിയ ഒരു ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കും. കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ തന്നെ ഞാൻ മാറ്റിമറിക്കും. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് പ്രകടനങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ മറ്റൊരു ചിത്രമാണ് BJPക്ക് വ്യക്തമാക്കാനുള്ളത്. ഒരേപോലെ തന്നെ ഈ കേരളത്തിലെ ഇടതുഭരണത്തെ പിന്താങ്ങുന്നവരും അതിനെ എതിർക്കുന്നവരെയും വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന അവർക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു രംഗത്ത് ഒന്ന് രാഷ്ട്രീയ അജണ്ടകൾ തയ്യാറാക്കി കളം പിടിക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഉൾപ്പെടെ കാണുമ്പോൾ ആ പ്രതിപക്ഷ നേതൃത്വം ഒരർത്ഥത്തിൽ നാഥനില്ലാത്ത കളരിയായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കുതിരകൾ ഒരുപാട് ദിക്കുകളിലേക്ക് അതിനെ പിടിച്ചു വലിക്കുന്നതായിട്ട് തോന്നുന്നു. ആരാണ് കേരളത്തിലെ UDFൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത്? രമേശ് ചെന്നിത്തലയാണോ? പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ? അതല്ല KPCC പ്രസിഡന്റാണോ? അതല്ല സ്വന്തമായ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന KC വേണുഗോപാലാണോ? K മുരളീധരനാണോ? യുവാവെന്ന നിലയ്ക്ക് നമ്മുടെ ഷാഫി പറമ്പിലാണോ? ഹസ്സനാണോ? ഇവിടെ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എത്തുന്നത് എവിടെയാണ്? നോക്കൂ, കേരളത്തിലെ ഒരു യുവ നേതാവ് അദ്ദേഹത്തിന് ഇന്നൊരു യാത്ര പുറപ്പെടുന്നു. ആ യാത്രയെ കൂടെ ചേർക്കണോ, അതിനോട് ഏത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ടാകുന്ന ആശയക്കുഴപ്പമാണ്. രാഷ്ട്രീയ രംഗത്തേക്ക് നിങ്ങൾ നോക്കൂ, എത്രയെത്ര ജനകീയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രൂക്ഷമായ വിലക്കയറ്റം, ക്ഷേമ പെൻഷനുകളും സാമ്പത്തികമായി പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന അയൽച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, സഹകരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പക്ഷേ ഈ അജണ്ടകൾക്കൊന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിനൊരു അജണ്ട സെറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, അവർ കേരളത്തിലെ ഭരണപക്ഷം തയ്യാറാക്കുന്ന അജണ്ടയ്ക്കകത്ത് വെച്ച് തലവെച്ച് ആ തല ഊരാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അൻവറിന്റെ യാത്ര. വന നിയമ ഭേദഗതി ബില്ലിനെതിരായ യാത്രയാണ്. സ്മൃതി, ഞാൻ ആ ചർച്ചയിലേക്ക് അൻവറിലേക്ക് കടക്കാത്തത് നോക്കൂ, ഒരു മലമുകളിൽ ഈ രാജ്യത്തെ എക്കോസിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണകൂടവും കോടതിയും പൊളിക്കാൻ പറഞ്ഞിട്ട് അത് പൊളിക്കാത്ത കർഷകരെയും ആ താഴെ കിടക്കുന്ന നിരപരാധികളുടെ ജീവന് വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഈ സമരത്തിൻ്റെ പുറകിലുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് എങ്ങനെ വിലയിരുത്തണമെന്ന് എനിക്കറിയില്ല. ഏതായാലും അതിനെ കേരളം സ്വീകരിക്കില്ലെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അവിടെ പോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു അജണ്ടയുമായി പോകാൻ സാധിക്കില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ തന്നെയാണ് അദ്ദേഹത്തെ സംപ്രേഷണം ചെയ്തത്, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കൊടുത്തത്. രാവിലെ അദ്ദേഹം പറഞ്ഞത് എവിടെയാണ്? അദ്ദേഹം ഏതാണ്ട് ചില പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട്. അടഞ്ഞ അധ്യായമല്ല, വാതിൽ ചാരിയിട്ടില്ല, വാതിൽ തുറക്കുകയാണ്. ഒരർത്ഥത്തിൽ കേരളത്തിൽ രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വികാരമായി മാറാനും കേരളത്തിലെ സാധാരണക്കാരൻ്റെയും കർഷകൻ്റെയും കേരളത്തിലെ സാധാരണ ജനതയുടെയും ഒക്കെ വികാരമാവാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ എല്ലാവരെയും വെല്ലുവിളിച്ച് തൻ്റെ കീശയുടെ കനം കൊണ്ടോ തൻ്റെ കൈവശമുള്ള ആളുകളെ കൊണ്ടോ ഒക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രത്യാശയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇന്ന് നോക്കൂ, അദ്ദേഹം ആരെയാണോ എതിർത്തത് അവരെ തന്നെ ഉദ്ഘാടകനും യാത്രയിൽ നടക്കാനും വേണ്ടി ആളുകൾ അന്വേഷിച്ചു പോകുന്നു. അവിടെ പോലും ആ മുന്നണിക്കകത്തുള്ള ആളുകളെപ്പോലും അത് കൺവിൻസ് ചെയ്യാനോ അവർക്കൊരു പൊതുവായ ധാരണയിലെത്തുവാനോ അതിൻ്റെ കാണേണ്ട ആളുകളെ കണ്ട് അതിലൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് ഇന്നൊരു നനഞ്ഞ പടക്കമായി അവശേഷിക്കുകയാണ്. മാത്രമല്ല, ഇത് വെളിവാക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിനകത്തുള്ള അനൈക്യം, അതിൻ്റെ നേതൃത്വത്തിൽ അവരെത്തിയിരിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധി, ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ പോലും അവർക്ക് കഴിയില്ലായ്മ. മാത്രമല്ല, ഒരു കാര്യം അൻവറിനറിയാം, അൻവർ വരികയാണെങ്കിൽ ഒരുപക്ഷെ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനൊരു സ്വതന്ത്രനെ പിന്തുണയ്ക്കേണ്ടി വരുമോ അവസ്ഥ ഉണ്ടാകുമെന്ന ഭയം അവർക്കുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളല്ലേ ഉള്ളൂ. ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുകളുണ്ട്. അപ്പോൾ ഒരു മുന്നണിയിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കും? അതിനെ നേരിടാൻ പഴയ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലഘട്ടത്തിലെ കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ CK ഗോവിന്ദ മേനോൻ്റെയും R ശങ്കറിൻ്റെയും കാലഘട്ടത്തിലെ കോൺഗ്രസ്സിന്, ആ കോൺഗ്രസ്സിന് ഇത് സാധിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇന്ന് ആ കാര്യത്തിലേക്ക് കടന്നു പോകാൻ.
ശരി, ശ്രീ എ സജീവൻ, ഇപ്പോൾ PV അൻവർ എന്നുള്ള ഒരു ഫാക്ടർ മാറ്റി നിർത്തുകയാണെങ്കിൽ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് UDF ഇതിനകം തന്നെ ചർച്ചകൾ പല നേതാക്കളുമായി നടത്തി കഴിഞ്ഞു എന്ന് കേൾക്കുന്നു. അത് LDF-നും അറിവുള്ളതാണ് എന്ന് കേൾക്കുന്നു. ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവും പോകുന്നെങ്കിൽ